ഈ കഥയും കഥയിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ദൂരെ അങ്ങകലെ ഒരു രാജ്യമുണ്ടായിരുന്നു. രാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃഷിസ്ഥലവും കർഷകരുമുള്ള രാജ്യമായിരുന്നു. ആ രാജ്യത്തിൻ്റെ രാജാവ് തൻ്റെ കർഷകരുടെ ഉയർച്ചയ്ക്കും ക്ഷേമത്തിനും വേണ്ടി എന്നും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രാജാവിൻ്റെ നല്ല ഭരണത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഈ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറി. അവിടുത്തെ കർഷകർ ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. പക്ഷേ ഈ രാജാവിനും അദ്ദേഹത്തിൻ്റെ രാജ്ഞിക്കും ഈ ഭരണം തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഒരു സന്താന ഭാഗ്യം ദൈവം കൊടുത്തില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന് ഒരു വരുംകാല രാജാവില്ലേ. എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ ഭരണം ആര് തുടർന്നു കൊണ്ടുപോകും എന്നതോർത്ത് രാജാവ് എപ്പോഴും ആശങ്കനും ദുഃഖിതനുമായിരുന്നു. അങ്ങനെയിരിക്കെ ഈ രാജ്യത്തിലോട്ട് ആ കറുത്ത ദിവസം കടന്നു വന്നു. രാജ്യത്തിലെ കർഷകരുടെ ചെടികളിലെല്ലാം ഒരു കറുത്ത പാടുകൾ വരികയും നശിച്ചു പോകാനും തുടങ്ങി. ഇതുകണ്ട കർഷകർ വളരെയധികം ദുഃഖിതരായി. ഇതെന്താണെന്നറിയാതെ അവർ വളരെയധികം ആകുലതപ്പെട്ടു. പിന്നീട് കർഷകർ ഈ കാര്യം തങ്ങളുടെ രാജാവിനെ അറിയിച്ചു. ഇത് കേട്ട രാജാവ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃഷി വിജ്ഞാനികളെ രാജ്യത്തിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം ഈ കൃഷി വിജ്ഞാനികളോട് ചെടികളിലെ ഈ കറുത്ത പാടുകൾ വരുന്നതും നശിച്ചു പോകുന്നതിൻ്റെയും കാരണവും പരിഹാരവും നിർദ്ദേശിക്കാനായി രാജാവ് ഉത്തരവിട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കൃഷി വിജ്ഞാനികൾക്ക് ആർക്കും ഈ കറുത്ത പാടുകളിൻ്റെ കാരണവും പരിഹാരവും നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല. രാജാവും കർഷകരും ഒരുപാട് ദുഃഖിതരായി. പക്ഷെ രാജാവ് ഈ കറുത്ത പാടുകൾ ചെടികളിൽ വരുന്നതിൻ്റെയും നശിച്ചു പോകുന്നതിൻ്റെയും കാരണവും പരിഹാരവും പല വഴികളിലൂടെ അന്വേഷിച്ചുകൊണ്ട് തന്നെയിരുന്നു. അങ്ങനെ രാജാവ് രാജകൊട്ടാരത്തിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള കൃഷി ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കി. പക്ഷേ ഈ കൃഷി ഗ്രന്ഥങ്ങളിലൊന്നിലും ഈ ചെടികളിലെ കറുത്ത പാടുകൾ വരുന്നതും നശിച്ചു പോകുന്നതിൻ്റെയും ഒരു കാരണവും പരിഹാരവും പരാമർശിച്ചിട്ടില്ല. സ്വന്തം രാജ്യത്തിൻ്റെ നാശം കൺമുൻപിലൂടെ കടന്നു പോകുന്നത് കണ്ട് രാജാവ് നിസ്സഹായനായി നോക്കി നിന്നു. അങ്ങനിരിക്കെ ഒരു ദിവസം രാജാവ് തൻ്റെ കർഷകരുടെ കൃഷിത്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ ഈ കറുത്ത പാടുകളുള്ള ചെടികൾ അദ്ദേഹം പൊട്ടിച്ച് കയ്യിൽ പിടിച്ചു. എന്നിട്ടും ഈ ചെടികൾ അദ്ദേഹം തൻ്റെ രാജമുറിയിലോട്ട് കൊണ്ടുവരികയും അവിടെയുള്ള മേശയുടെ മുകളിൽ വെച്ചു. അതിനുശേഷം രാജാവ് ഈ ചെടികളിൽ എങ്ങനെ കറുത്ത പാടുകൾ വന്നു എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ആലോചിച്ചു നിരാശനായ രാജാവ് അറിയാതെ മയക്കത്തിലേർപ്പെട്ടു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം മയക്കത്തിൽ നിന്ന് രാജാവ് പെട്ടെന്ന് ഞെട്ടിയെഴുന്നേറ്റ് നോക്കുമ്പോൾ രാജാവിൻ്റെ മുറിയിലെ ജനൽവാതിൽക്കൽ കണ്ണിൽ തിളക്കമുള്ള ഒരു പക്ഷി വന്നിരിക്കുന്നു. രാജാവ് ഒരു കൗതുകത്തോടെ കണ്ണിൽ തിളക്കമുള്ള പക്ഷിയെ നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ പക്ഷി തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തൂവൽ പൊഴിച്ചതിന് ശേഷം അവിടെ നിന്ന് പറന്നുപോയി. രാജാവ് പോയി ആ തൂവൽ തൻ്റെ കൈകളിൽ എടുത്തു. എന്തോ ഒരു പ്രത്യേകത ഈ തൂവലിനുള്ളതുപോലെ രാജാവിന് തോന്നി. രാജാവ് ഈ തൂവൽ ഈ കറുത്ത പാടുകളുള്ള ചെടികൾ ഇരിക്കുന്ന മേശയിൽ വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അപ്പോൾ തന്നെ ഈ ചെടികളിലെ കറുത്ത പാടുകൾ മാഞ്ഞുപോയി. രാജാവ് ഒരു അതിശയത്തോടെ അത് നോക്കി നിന്നു. അപ്പോൾ രാജാവ് ഈ തൂവലെടുത്ത് ചെടികളിൽ സ്പർശിച്ചു നോക്കി. പെട്ടെന്ന് ഈ ചെടികളിൽ നിന്ന് ഒരു അപ്പൂപ്പൻ താടി പ്രത്യക്ഷപ്പെട്ടു. രാജാവിനൊന്നും മനസ്സിലായില്ല. രാജാവ് ഉടൻ തന്നെ ഈ കാര്യം രാജപണ്ഡിതനുമായി പങ്കുവച്ചു. അപ്പോൾ രാജപണ്ഡിതൻ മറുപടി നൽകി, ഇത് ഒരു സൂചനയാണ്. ഈ രാജ്യത്തോടോ താങ്കളോടോ ആർക്കോ എന്തോ ധരിപ്പിക്കാനുണ്ട്. ഈ അത്ഭുത അപ്പൂപ്പൻ താടിയും അത്ഭുത തൂവലും ഇതിൻ്റെ സൂചനയാണ്. എന്നിട്ട് രാജപണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു,
താങ്കൾ ഒറ്റയ്ക്ക് ഒരു യാത്രയ്ക്ക് സജ്ജമായിക്കൊള്ളുക. കയ്യിൽ ഈ അത്ഭുത അപ്പൂപ്പൻ താടിയും അത്ഭുത തൂവലും മാത്രം കരുതുക. രാജപണ്ഡിതൻ പറഞ്ഞതുപോലെ രാജാവ് ലക്ഷ്യമറിയാത്ത ഒരു യാത്രയ്ക്ക് സജ്ജമായി. കയ്യിൽ ഈ അത്ഭുത അപ്പൂപ്പൻ താടിയും അത്ഭുത തൂവലും മാത്രം കരുതി അങ്ങനെ യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശക്തമായ ഒരു കാറ്റ് വീശി. കാറ്റിൽ രാജാവിന്റെ കൈവശമുള്ള അത്ഭുത അപ്പൂപ്പൻ താടി പാറിപ്പറക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാറ്റ് ശാന്തമായി. പക്ഷെ അത്ഭുത അപ്പൂപ്പൻ താടി ആകാശത്ത് പറന്നുകൊണ്ട് തന്നെയിരുന്നു. രാജാവ് ഈ അത്ഭുത അപ്പൂപ്പൻ താടിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. യാത്ര 3 പുഴയും 3 മലയും കടന്ന് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ രാജാവും അത്ഭുത അപ്പൂപ്പൻ താടിയും വിജനമായൊരു പ്രദേശത്ത് വന്നു ചേർന്നു. ഈ വിജനമായ പ്രദേശത്ത് ഒരു മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അത്ഭുത അപ്പൂപ്പൻ താടി ആ മരത്തിൽ ചെന്നിരുന്നു. ഇതുകൊണ്ട രാജാവിന് എന്തോ ഒരു സംശയം തോന്നി. അദ്ദേഹം തൻ്റെ കൈവശമുള്ള ഈ അത്ഭുത തൂവൽ ഈ മരത്തിൽ സ്പർശിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ മരത്തിൽ നിന്നും ഒരു പ്രകാശം വരികയും അതിലൂടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. രാജാവ് ഇത് കണ്ട് അമ്പരന്നുപോയി. അപ്പോൾ മാലാഖ രാജാവിനോട് ഒരുപാട് സങ്കടത്തോടെ പറഞ്ഞു, താങ്കളുടെ രാജ്യം നശിപ്പിക്കാനായി ഇരുട്ടിന്റെ രാജ്ഞി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആദ്യ തുടക്കമാണ് താങ്കളുടെ രാജ്യത്തിലെ ചെടികളിൽ കറുത്ത പാടുകൾ വരികയും നശിച്ചു പോകുകയും ചെയ്യുന്നത്. ഇതു കേട്ട രാജാവ് തകർന്നുപോയി. എന്നിട്ട് രാജാവ് മാലാഖയോട് ചോദിച്ചു, ആരാണ് ഈ ഇരുട്ടിന്റെ രാജ്ഞി? എന്തിനാണ് എൻ്റെ രാജ്യം നശിപ്പിക്കുന്നത്? അപ്പോൾ മാലാഖ മറുപടി നൽകി, ഇതിനുള്ള ഉത്തരം ഞാൻ പറയില്ല. സമയമാകുമ്പോൾ താങ്കളുടെ മുൻപിൽ അത് വെളിപ്പെടും. അപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു, ഞാനും എൻ്റെ രാജ്യവും ഇരുട്ടിൻ്റെ രാജ്ഞിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ മാലാഖ മറുപടി നൽകി, ഇതിൽ നിന്നും താങ്കളെയും താങ്കളുടെ രാജ്യത്തിനെയും രക്ഷിക്കാൻ ഒരു കൈകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. 7 വർഷങ്ങൾക്ക് മുൻപ് കിഴക്കുമാറി മലമുകളിൽ ഒരു സുന്ദരമായ ഗ്രാമത്തിൽ അവിടുത്തെ മഹാപണ്ഡിതനും ഭാര്യയ്ക്കും ഒരു മകൻ ജനിച്ചു. മായാജാലങ്ങളുടെ അത്ഭുത സിദ്ധിയുള്ളവനാണവൻ. അവന്റെ ജനന സമയം ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഒരു നിമിഷം നിശബ്ദമായി തങ്ങളുടെ രാജാവിനെ വരവേറ്റു. സകല പൂച്ചെടികളും വിരിഞ്ഞ് അവരുടെ സന്തോഷം പങ്കുവച്ചു. സൂര്യൻ തൻ്റെ പൂർണ്ണ പ്രകാശത്തിൽ ഉദിച്ചു നിന്നു. 1000 നക്ഷത്രങ്ങൾ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് അവന് ചുറ്റും വലം വെച്ചു. 100 മാലാഖമാർ അവന് വേണ്ടി ഗാനമാലപിച്ചു. കറുത്ത ഭൂതങ്ങളെ നശിപ്പിച്ച് ഇരുട്ടിനെതിരെ യുദ്ധം ചെയ്യാനായി, ഈ ലോകം കാക്കാനായി മഹാമാന്ത്രികനായി അവൻ അവതാരമെടുത്തിട്ടുണ്ട്. താങ്കൾ ഈ മായാജാലകുമാരനെ കണ്ടെത്തി ഈ മാന്ത്രിക തൂവൽ കൈമാറുക എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇതാണ് തുടക്കം. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്.